വിജയകാന്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയോടുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇപ്പോഴും വളരെ വൈകാരികമായി തന്നെയാണ് അവരൊരു ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിട്ടാണ് ഓരോരുത്തരെയും കാണുന്നത്. അത് രാഷ്ട്രീയ നേതാക്കളാകട്ടെ, സിനിമാ താരങ്ങളാകട്ടെ, അവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത അത്രത്തോളം വലുതാണ്. അത് വിജയകാന്തിനോടുള്ള സ്നേഹം എത്രത്തോളം വലുതായിരുന്നുവെന്നാണ് കണ്ണീര് കലർന്ന ആ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേട്ട പാട്ടുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എത്രയോ നമ്മളൊക്കെ കേരളത്തിലുമൊക്കെ ആളുകൾ ആവേശത്തോടെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ സ്വീകരിക്കപ്പെട്ട പാട്ടുകളാണ്. അത് ഇപ്പോൾ അതിലെ രംഗങ്ങൾ പോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്ന, അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ വേദനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരുപാട് സിനിമകൾ അദ്ദേഹം പ്രേക്ഷകർക്കായി സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് മനോഹരമായ ഗാനങ്ങളുണ്ട്. അത് മലയാളികളും ഏറ്റുപാടുന്ന ഗാനങ്ങളാണ്. അങ്ങനെ സിനിമയിൽ സജീവമായി നിൽക്കുകയാണ് അദ്ദേഹം. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അവിടെയും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞു. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്താൻ വിജയകാന്തിന് കഴിഞ്ഞിട്ടുണ്ട്. DMDK എന്ന പാർട്ടിയുമായി DMKയോടും അണ്ണാ DMKയോടും ഒക്കെ എതിര് നിൽക്കുന്ന, പിന്നീട് ചില രാഷ്ട്രീയ സഖ്യങ്ങളിലേക്കുമൊക്കെ പോയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അങ്ങനെ നീണ്ടു. മറുഭാഗത്ത് സിനിമയിലെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ. എന്തായാലും തമിഴകത്തെ സംബന്ധിച്ച് വലിയ സങ്കടകരമായ വാർത്തയാണ്. ഒരുപാട് 90കളിലും 2000ൻ്റെ തുടക്കത്തിലുമൊക്കെ ഒട്ടേറെ ആക്ഷൻ ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ അടക്കം കയ്യടി നേടിയ, അല്ലെങ്കിൽ സിനിമയെ എത്രത്തോളം ഒരു ജനകീയമായ ഒരു ആഘോഷ കലയാക്കി മാറ്റാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായ ചിത്രങ്ങളായിരുന്നു വിജയകാന്ത് ഏറിയ പങ്കും പ്രേക്ഷകർക്കായി നൽകിയത്. അതിലെല്ലാം തന്നെ ബോക്സ് ഓഫീസിലുമൊക്കെ വലിയ വിജയങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് പിന്നീട് ഭേദപ്പെട്ട നിലയിൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയതാണ്. അപ്പോൾ ആളുകളൊക്കെ നേരത്തെ നമ്മൾ പ്രതികരണങ്ങൾ കണ്ടാണ്. വളരെ സങ്കടത്തോടെയാണ് ആളുകൾ സംസാരിക്കുന്ന. ആരാധകരൊക്കെ അങ്ങോട്ട്, രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമയിലൂടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. എപ്പോഴാണ് ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തറിയുന്ന വിവരങ്ങൾ? ദിവിഷ്, രാവിലെ 9 മണിയോട് കൂടിയാണ് ചെന്നൈ മയോട്ട് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിൻ്റെ മരണവിവരം സ്ഥിരീകരിച്ചത്. പുലർച്ചയോടെ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചെന്നൈ സാലിഗ്രാമത്തുള്ള അദ്ദേഹത്തിന് എത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് അല്പസമയത്തിനകം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വിനയ് ഒന്നുകൂടി കട്ട് ചെയ്ത് വിനയിലേക്ക് വരാം. ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നാണ് അറിയുന്നത്. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ പോലീസും നന്നേ പണിപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുമൊക്കെ അണികളെ ആശ്വസിപ്പിക്കാനും നിയന്ത്രിക്കാനുമൊക്കെ പണിപ്പെടുന്ന കാഴ്ചകളാണ് കാണുന്നത്. 70കൾ മുതൽ ഇങ്ങോട്ട് തമിഴകത്ത് നിറഞ്ഞു നിന്ന താരം, പ്രത്യേകിച്ചും 80കളുടെ 85 മുതൽ ഇങ്ങോട്ടും 2000 വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയാം. അത്രയേറെ ഹിറ്റുകൾ സമ്മാനിച്ച നടനായിരുന്നു വിജയകാന്ത്. അത് വളരെ കുടുംബ ചിത്രങ്ങളിലൂടെയും ആക്ഷൻ ചിത്രങ്ങളിലൂടെയും പോലീസ് കഥകളിലൂടെയും ഒക്കെ അദ്ദേഹം പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി സ്വീകരിച്ചിട്ടുണ്ട്.